നമസ്കാരം, ഞാൻ മിനി ഡൊമിനിക്. ഇന്ന് നമ്മൾ കുറച്ച് ക്രിസ്തുമസ് കളക്ഷൻസ് ആണ്. വളരെ നമ്മളുടെ തന്നെ റണ്ണിങ് മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത കുറച്ച് ക്രിസ്തുമസിൻ്റെ കളക്ഷൻസ് കോട്ടണിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസ് കാണിച്ചു തരാം. ഫസ്റ്റ് വൺ വരുന്നത് നല്ല കോട്ടണിൽ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ വന്നിട്ട് ഫ്രണ്ട് പോർഷനിലേക്ക് യോക്കിലോട്ട് ഒരു ബക്കറ്റ് ഷേപ്പിലേക്ക് പിൻടെക്കാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം ഫുള്ളി ത്രെഡിൻ്റെ ത്രെഡ് വർക്ക്, മൾട്ടി കളർ ത്രെഡ് വർക്ക്, സൈഡ് സ്ലിറ്റാണിത്. താഴോട്ട് ഈ ഒരു വർക്ക് കോട്ടൺ ആണ് വിത്ത് ലൈനിങ്. ബാക്ക് പോർഷൻ ഇങ്ങനെ വരുന്നു. നല്ലൊരു ക്രീം വിത്ത് മൾട്ടി കളർ. നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് വരും. ഇത് എ ലൈൻ കട്ടിംഗ് ആണ്. ഇത് എ ലൈനിലേക്ക് സെയിം വർക്ക് തന്നെ. ആ ഒരു അക്വാ ബ്ലൂ അതിൻ്റെ ലൈറ്റ് ആൻഡ് ഡാർക്ക്. ഇങ്ങനെ ത്രെഡ് വർക്ക്. കോട്ടൺ ആണ്. ബാക്ക് സ്ലിബ്, കൺസീൽഡ് സ്റ്റിച്ചിങ്ങും ഒക്കെയാണ് സിബിന്. 3/4 സ്ലീവ്. നെക്സ്റ്റ് അതിൻ്റെ എ ലൈൻ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേണുകളാണ്. 3/4 സ്ലീവ്. ഫ്രണ്ടും ബാക്കും എ ലൈൻ കട്ടിംഗ് ആണ്. ഒരു 3 പീസ് പാനൽ. നെക്സ്റ്റ് ബുട്ട പോലെ ഇങ്ങനെ വന്നു. ഓൾ ഓവർ ഈ ഒരു വർക്ക് എ ലൈനാണ്. ബാക്കും എ ലൈൻ. ഫുള്ളി കോട്ടൺ, വീണ്ടും റീയൂസ് ചെയ്യാൻ പാകത്തിനുള്ള ഇത് പാനൽ വരുന്നു. ഫ്രണ്ട് പ്ലീറ്റഡ്, യോക്കിലേക്ക് ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു പീച്ച് പിങ്ക് കളറാണ് വരുന്നത്. ഒലിവ് ഗ്രീൻ. വീണ്ടും യോക്കിലേക്ക് പിൻടെക്കും വർക്കും കൂടെ ചേർന്ന് വന്നിട്ട് കോട്ടൺ ആ ഒരു പേൾ ക്രീം കളറിലേക്ക് മൾട്ടി കളർ. നെക്സ്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടായിരുന്ന കോട്ടൺ മെറ്റീരിയലിലേക്ക് വർക്ക് വന്നിട്ട് അതിൻ്റെയൊക്കെ ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു. അത് നമ്മൾ റെഡിമെയ്ഡ് ആക്കിയിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മളുടെ റണ്ണിങ് മെറ്റീരിയലാണ്. നമുക്ക് സ്റ്റോറിലും അവൈലബിൾ ആണ്, മെറ്റീരിയലായിട്ടും അവൈലബിൾ ആണ്. ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലേക്ക് ആ ഒരു മിഡ് നൈറ്റ് ബ്ലൂ എന്നൊക്കെ പറയുന്ന ഒരു കോമ്പിനേഷനിലേക്ക് മറ്റേ അരിപ്പൂവൊക്കെ ചേർന്നിട്ട് അങ്ങനെ വരുന്നൊരു കൺസെപ്റ്റിൽ നമ്മൾ ചെയ്തെടുത്താണ് റണ്ണിങ് മെറ്റീരിയൽ. സ്ലീവിൻ്റെ എൻഡിലോട്ടും സൈഡ് സ്ലീറ്റ് വന്നിട്ട് ഫ്രണ്ടിലേക്ക് പോട്ട്ലി ബട്ടൺ. നമ്മുടെ സ്റ്റിച്ചിങ്ങിൽ മാത്രമാണ് ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് ചെറിയൊരു വേരിയേഷൻ വന്നത്. ഇതാണ് ആ സെയിം ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടായിരുന്നത്. എ ലൈൻ കട്ടിംഗ് ആണ്. 3 പാനൽ. നമ്മളത് കുറച്ചിങ്ങനെ ഫാൻസി മോഡലിലേക്ക് പോക്കറ്റ് ഒക്കെ കൊടുത്തിട്ട് പോക്കറ്റിലോട്ട് വർക്ക് ആപ്ലിക്ക് ചെയ്യായിരുന്നു യോക്ക് പോർഷനിലേക്ക്. അതുപോലെ ചെയ്യണമെങ്കിൽ ആ സെയിം അസിറ്റീസ് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരാൻ പറ്റും. ഇതും ഏകദേശം ആ ഒരു പാറ്റേൺ ആണ്. താഴോട്ട് ഇങ്ങനെ വർക്ക് വന്നു. അപ്പം റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ ഒരുപാട് കളക്ഷൻസ് പുതുതായിട്ട് ഇപ്പോൾ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ ഒരുപാട് എപ്പോഴും നിന്നു പോകുന്ന ഒരു മെറ്റീരിയലാണ്. ഞാൻ തന്നെ അത് സ്റ്റിച്ച് ചെയ്തിട്ട് ഏകദേശം ഒരു 6 മാസം 7 മാസമൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. വാഷ് ചെയ്ത് വരും തോറും ഒരു ചുരുക്കം പോലും വരാത്ത രീതിയിലേക്ക് ഞാൻ ഒരുപാട് വീഡിയോയിൽ അത് ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ലാസ്റ്റിംഗ് കിട്ടുന്ന ഒരുപാട് ക്ലോത്ത്സ് നമുക്ക് റണ്ണിങ് മെറ്റീരിയലായിട്ടും ഇപ്പം പൂണോളിൽ അവൈലബിൾ ആണ്. 2 സ്റ്റോറിലും പുതിയ കളക്ഷൻസ് അവൈലബിൾ ആണ്. എല്ലാവരും തന്നെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. താങ്ക്